ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ നൈസാം പി കെ, സ്വാഗതം പറഞ്ഞ ശ്രീ ബേബി, ആശംസാ പ്രസംഗം നടത്തുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ പി കെ ഫൈസൽ, മുനിസിപ്പൽ കൗൺസിലർ, ശ്രീ നസിയ റഹീം, ശ്രീ മിനി റോയ്, സദസ്സിലുള്ള ഞങ്ങളുടെ ഏറ്റവും ബഹുമാനിയായ സിമാത്ത് അടക്കമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, FPBA ആലപ്പുഴയിൽ നിന്നും കേരളത്തിലെ പ്രവാസികൾക്കും പ്രവാസി കുടുംബങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയുള്ള ഒരു പുതിയ സംഘടന, അതിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമ്മേളനം ഇവിടെ ചേർന്നിട്ടുള്ളത്. പ്രവാസികൾ നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ്. അവരുടെ ജീവിതം യഥാർത്ഥത്തിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ടതാണെങ്കിലും പലരും വളരെ പ്രയാസത്തോടുകൂടിയാണ് നാട് വിട്ട് നിൽക്കുന്നതിൻ്റെയും അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങളുടെയും എല്ലാം കഥ പറയാറുള്ളത്. കേരളത്തിൽ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും രണ്ടുപേരെ കാണത്തുള്ളൂ. സിമത്തൊക്കെ ഇപ്പോൾ ഒറ്റാളേ ഉള്ളൂ അല്ലേ? അതാ, എൻ്റെ വീട്ടിൽ രണ്ടുപേരേ ഉള്ളൂ, ഞാനും എൻ്റെ ഭാര്യയും. അവരും രണ്ടും വിദേശത്താണ്. ഏത് വീടെടുത്ത് നോക്കിയാലും മിക്കവാറും എല്ലാവരും വിദേശത്ത് പോയി ജോലിയെടുത്തിട്ടാണ് നമ്മുടെ നാടിനെ, കുടുംബത്തെ ഒക്കെ സംരക്ഷിക്കുന്നത്. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു സിംഹഭാവവും വിദേശത്ത് ജോലിയെടുക്കുന്ന, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലിയെടുക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ ഭാവി ജീവിതത്തെ മികച്ചതാക്കാനും മെച്ചപ്പെടുത്താനും അവരെ സഹായിക്കാനും വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഇവ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ലോക കേരള സഭ, ആ ലോക കേരള സഭ ഇപ്പോൾ 31-ാം തീയതി മുതലാണ്, 31, 1, 2 തീയതികളിൽ നടക്കുകയാണ്. എല്ലാ വർഷവും നിരവധി പേരുമായി പരിചയപ്പെടുവാൻ കഴിയുന്നുണ്ട്, വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന പ്രതിനിധികളുമായി. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നോർക്കാട് നേതൃത്വത്തിലുള്ള ഇടപെടലുകൾ, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇടപെടലുകളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു പ്രവാസികൾ ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കപ്പെടുന്നത് ഈ വിമാന യാത്രാ കൂലിയുമായി ബന്ധപ്പെട്ടാണ്. കാരണം അതിനൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയില്ല. എത്ര ഭീമമായിട്ടുള്ള ചാർജാണ് കൊടുക്കേണ്ടി വരുന്നത്. വീട്ടിൽ മരണമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു അത്യാവശ്യ കാര്യത്തിന് പെട്ടെന്നൊന്ന് വരേണ്ടി വന്നാൽ ആ വർഷം ജോലിയെടുത്ത് സമ്പാദിച്ച് വെച്ച ആ തുക മുഴുവൻ ആ ഒറ്റ വരവോടുകൂടെ തീരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് ഇവർക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം വ്യോമയാന നിരക്ക് അത് ഒന്ന് നിയന്ത്രിക്കുവാൻ കഴിയണം. സാധാരണ ഉള്ളതിൻ്റെ 10 ഇരട്ടി വരെയാണ് ചില സന്ദർഭത്തിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ നമ്മുടെ പൊതുമേഖലയിലുണ്ടായിരുന്ന വിമാനമെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് പോയി. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് നോക്കിയായിട്ടിരിക്കാനേ ഒക്കത്തുള്ളൂ, കാഴ്ചക്കാരായിട്ടിരിക്കാനേ ഒക്കത്തുള്ളൂ, ഒരു നിയന്ത്രണവും ഇല്ല. സ്വകാര്യ മുതലാളിമാരെ സംബന്ധിച്ച്, വലിയ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിശ്ചയിക്കുന്ന റേറ്റിന് നമ്മൾ യാത്ര ചെയ്യുവാൻ നിർബന്ധിക്കപ്പെടുകയാണ്. ഇന്ന് പ്രവാസികളെ കൊള്ളയടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമായി നിൽക്കുന്നത് ഈ വ്യോമയാന നിരക്കാണ് എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകമൊന്നും സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിശ്ചയമായും പ്രവാസി കുടുംബങ്ങൾ, അവരുടെ ക്ഷേമം, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം,
ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പുവരുത്തുവാനും അതോടൊപ്പം തന്നെ അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പുനരധിവാസമടക്കമുള്ള ഇപ്പം നമുക്കിവിടെ പ്രവാസികൾക്ക് പെൻഷൻ സ്കീം അടക്കമുള്ള ചില കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞ കുറേ നാളുകളായി. അതിനടിസ്ഥാനത്തിലുള്ള കുറേ ഏർപ്പാടുകളും ഇടപെടലുകളൊക്കെ നടക്കുന്നുണ്ട്. മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഇന്നിപ്പോൾ ഉണ്ട്. പക്ഷെ അത് കുറച്ചുകൂടെ നോർക്കയുടെ പ്രവർത്തനം കുറേ കൂടി വിപുലപ്പെടുത്തി ഫലപ്രദമാക്കി പ്രവാസികളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ വരുമാനമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ ധനകാര്യ മേഖലയിലെ സുഖമാവുക. അതനുസരിച്ചുള്ളൊരു പരിഗണന അവർക്ക് കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിവിടുന്ന് മലയാളികളായിട്ടുള്ള പലരും പല പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ അവർ ടിക്കറ്റുമൊക്കെ അയച്ചു തന്ന് നമ്മളവിടെ ചെന്ന് പരിപാടിക്കൊക്കെ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ അവരവരുടെ സ്നേഹത്തിൻ്റെ ഭാഗമായി മിഠായിയും അതും ഇതുമെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി തന്നുവിടുകയാണ്. പക്ഷെ അവർ ഓരോരുത്തരും എല്ലാവരും മികച്ച നിലയിലല്ലല്ലോ. മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാരും സാധാരണ തൊഴിലെടുത്താണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വളരെ വലുതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വീട് വിട്ട് നിൽക്കുന്നത് ഒരു ഇഷ്ടത്തിനല്ല, മറിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ്, കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ മറ്റു പലതും വ്യക്തിജീവിതത്തിൽ നഷ്ടപ്പെടുകയാണ്. ആ നഷ്ടം സഹിച്ചുകൊണ്ട് തങ്ങൾക്കുള്ള തങ്ങളുടെ കുടുംബത്തോടുള്ള തങ്ങളുടെ സമൂഹത്തോടുള്ള ബാധ്യത നിറവേറ്റുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. അവരുടെ ക്ഷേമം, അവരുടെ നന്മ, അതിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനം ഏതായാലും അത് ഏറ്റവും നല്ലതാണ് എന്ന കാര്യം മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി വെച്ചിരുന്നത് 3 മണിക്കാണ്. വളരെ ഒഴിവാക്കാൻ വയ്യാത്ത നിലയിൽ നിരവധി പരിപാടികൾ ഇതിനിടയിൽ വന്നതുകൊണ്ടാണ് ഞാൻ അല്പം വൈകിപ്പോയത്. അല്പമല്ല, കാര്യമായി വൈകിപ്പോയത്. എല്ലാവരും ക്ഷമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നിങ്ങൾക്കെല്ലാം നന്ദി, നമസ്കാരം. ഏറെ സന്തോഷം, സ്നേഹം. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടന സമ്മേളനമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് FPDAയുടെ മെമ്പർഷിപ്പ്